ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മസാലയൊക്കെ പൊടിച്ച് ചേർത്തിട്ടാണ് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം ബീഫിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ബീഫ് വിന്താലു, ബീഫ് സ്റ്റൂ, ബീഫ് ഉലർത്തിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കാണാത്തവരൊക്കെ കണ്ട് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അത് കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണിത്. ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ച് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്ത് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്. ഇപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാള വേണമെങ്കിൽ അരിഞ്ഞത് ചേർത്താലും മതി. പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 5 പച്ചമുളക് അരിഞ്ഞും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ബീഫ് ഫ്രൈക്കായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. വേണമെങ്കിൽ നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്താലും മതി. എന്നാൽ ഇതുപോലെ മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ ബീഫ് ഫ്രൈക്ക് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും. പൊടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, ഒരു 5-6 കറയമ്പ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഈ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊരു പകുതി മസാല ഈ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വെക്കണം. ബാക്കി അവസാനം നമ്മൾ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നാരങ്ങനീര് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഇങ്ങനെ വിനാഗിരിയും നാരങ്ങനീരൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ബീഫ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഒന്ന് കൈവച്ച് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി മിക്സ് ചെയ്തെടുത്ത ബീഫ് നമുക്ക് കുറച്ച് സമയം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ബീഫ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും വേണ്ട. ഒരു 1/2 തുടങ്ങി 3/4 കപ്പ് വെള്ളം വരെ ചേർത്താൽ മതി. ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ബീഫ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് സമയമൊന്നും പറയാൻ പറ്റില്ല. പല സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. പുറത്ത് കിട്ടുന്ന ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. 1-2 വിസിലൊക്കെ കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പം നാട്ടിൽ കിട്ടുന്ന ബീഫൊക്കെ ആണെങ്കിൽ വേകാനായിട്ട് കുക്കറിലൊരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി വേവിച്ചെടുക്കുക. ഇപ്പോൾ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇറച്ചി വെന്തിട്ടുണ്ടോ നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കാം. ഇറച്ചി നല്ല പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇറച്ചിയിൽ അധികം വെള്ളമൊന്നുമില്ല. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇറച്ചിയിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റവ് വീണ്ടും ഓൺ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം വെച്ച് വറ്റിച്ചെടുക്കണം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള നീളത്തിൽ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇറച്ചിയിൽ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പുപൊടി ചേർത്താൽ മതി. വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 2 മീഡിയം തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ദിവസമൊക്കെ ഫ്രൈ സൂക്ഷിക്കാനാണെങ്കിൽ തക്കാളി ചേർക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും തക്കാളി ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാലയിൽ നിന്ന് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാലയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട, ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം മൂടി തുറന്ന് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ബീഫിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ കുറച്ച് സമയം നമുക്ക് മൂടി വെക്കാം. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇറച്ചിയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ തുറന്ന് വെച്ച് ഇറച്ചി ഒന്ന് ഡ്രൈ ആക്കി ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വറുത്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കുറച്ച് സമയമെടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് ഫ്രൈ മൊരിഞ്ഞ് നല്ല പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ പാർട്ടിക്കോ അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.